മൈഗ്രെയിൻ കാരണം ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? എന്തെങ്കിലും കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുമോ? ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? ബ്രെയിനിന്റെ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് മൈഗ്രെയിൻ സംഭവിക്കുക. ഇതല്ലാതെ സ്ട്രക്ചറൽ അനാട്ടമിക്കലായ ചേഞ്ചസ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. പിന്നെ കുറെ കാലമായി മൈഗ്രെയിൻ ഉള്ള റിക്കറന്റ് ആയി ശക്തമായ തലവേദന വരുന്ന ചില ആളുകളിൽ ബ്രെയിനിൽ വൈറ്റ് മാറ്റർ ഹൈപ്പർ ഇന്റൻസിറ്റി, അതായത് ബ്രെയിനിന്റെ വൈറ്റ് മാറ്റർ എന്ന ഭാഗത്ത് ചില ലീഷൻസ് കാണാം. കുറച്ചു പേർക്ക് ഗ്രേ മാറ്റർ ഏരിയയിലാണ് ചേഞ്ചസ് കാണാം. പക്ഷെ ഇതത്ര സിഗ്നിഫിക്കന്റ് അല്ല. മാത്രമല്ല പല കണ്ടീഷൻസിലും സിമിലർ ആയ ചേഞ്ചസ് ബ്രെയിനിൽ കാണാം. മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് ഇത്തരം ഫൈൻഡിങ്സ് കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ തലവേദന മൈഗ്രെയിൻ ആണ് അല്ലെങ്കിൽ കൂടെ വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യണം. ഇപ്പോ ബ്രെയിനിലും മെനിഞ്ചസിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, സർക്കുലേഷൻ കറക്റ്റ് ആണോ, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, ബ്രെയിനിൽ ട്യൂമറോ മറ്റെന്തെങ്കിലും ലീഷൻസ് ഉണ്ടോ, രക്തം കട്ട പിടിക്കുന്നുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കും. കാരണം ഈ സിറ്റുവേഷനിലൊക്കെ തലവേദന വരാം. സോ അവരുടെ തലവേദനയിലോ മറ്റ് സിംറ്റംസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അബ്നോർമൽ ആയ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അവർക്കുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയി നോക്കും. സോ തലവേദന പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്തെങ്കിൽ മാത്രമാണ് കറക്റ്റായ ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കുക.